പിന്നെ ചോദിക്കും, ആദ്യമായി AS കാണുമ്പോൾ വളരെ ചോദിക്കും മരിക്കുമോ? എല്ലാവരും എപ്പോഴെങ്കിലും മരിക്കണമല്ലോ, ജനിച്ചു കഴിഞ്ഞാൽ മരിക്കാതെ വേറെ വഴിയില്ല. പക്ഷെ AS കൊണ്ട് ആരും മരിച്ചാലും എൻ്റെ അറിവില്ല. അപ്പം വേറെ കാരണം അന്വേഷിക്കും. പിന്നെ ഇത് ഫസ്റ്റ് കാലത്തെ ഫോട്ടോ ആണത്. ഇത് അന്ന് AS വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടിപ്പിക്കൽ AS വന്നു കഴിഞ്ഞാൽ ഇത്രയും വർഷം കഴിഞ്ഞ് 1947 തുടങ്ങി 1972 ആൾ ഈ ഒരു കണ്ടീഷനിലായിരുന്നു. എനിക്കിപ്പോൾ പറയാനുള്ളത്, ഇപ്പൊ ഇതിൽ നിന്നൊരു എക്സ്ട്രാ ഫോട്ടോ ഉണ്ട്. ഈ 1972 കഴിഞ്ഞിട്ട് ഈ സർജറി ബെറ്ററായി, ഹിപ്പ് സർജറി ബെറ്ററായി. അപ്പൊ ഈ ഹിപ്പ് സർജറി ബെറ്ററായപ്പോൾ ഈ മോശം കാണുന്ന ഫോട്ടോയിൽ നിന്ന് കുറച്ചും കൂടി ബെറ്റർ ഫോട്ടോസ് ഉണ്ട്. ഇത് ഞാൻ എന്ത് പറയാനാണ്, ഇവിടെ ചില ആൾക്കാർക്ക് ഹിപ്പ് സർജറി ആവശ്യമുള്ളവരുണ്ട്. അവര് അത് പ്രൊസീഡ് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എനിക്കൊരു അറ്റ്ലീസ്റ്റ് ഇത് ഞാൻ ഈ ഗ്രൂപ്പിൽ 3-4 പേരെ കണ്ടു, 3-4 പേരെ, 1-2 പേര് ഹിപ്പ് സർജറി ചെയ്ത് ഈ കണ്ടീഷൻ ഒന്ന് ബെറ്റർ ആയവരുണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി അത് സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ പലപ്പോഴും ASന്റെ ഒരു പ്രോബ്ലം ആയിരുന്നു, AS കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ഈ പറഞ്ഞ ബാക്ക് പെയിൻ എടുത്തത് ആദ്യം പറഞ്ഞ എല്ലാവർക്കും ഉള്ള സാധനം വലിയ കാര്യമൊന്നുമില്ല. പലപ്പോഴും ഈ രാവിലത്തെ കാര്യമൊന്നും ആരും ചോദിക്കില്ല. പിന്നെ ചോദിച്ചാലും പലപ്പോഴും ആൾക്കാരുടെ മറുപടി അത് എപ്പോഴും ഉണ്ട്, അത് ജോലി ചെയ്യുമ്പോൾ കൂടും. പേഷ്യൻസ് പലപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വളരെ ഡിഫിക്കൽട്ട് രീതിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഭയങ്കര തിരക്ക് കൂടുതലാവുന്ന സമയത്ത് ഈ പറയേണ്ട കാര്യം പറയില്ല, പറയേണ്ട ആവശ്യമില്ലാത്ത കുറെ കാര്യം പറയും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അസുഖം കണ്ടുപിടിക്കാൻ ഡിലേ വരും. അത് വരുമ്പോഴാണ് കൂടുതലും ഡാമേജുകൾ കണ്ടുപിടിക്കുന്നത്. പിന്നെ അസുഖം മാറുമോ എന്നാണ് പലപ്പോഴും ചോദ്യം. അപ്പൊ അസുഖം മാറുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് മെഡിക്കൽ ടേംസിൽ പറഞ്ഞ അസുഖം മാറില്ല. മാറിപ്പോയി എന്ന് നമുക്ക് ക്യൂർ എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. പക്ഷെ ക്യൂർ പറ്റില്ല എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് ക്യൂർ ഇല്ലെങ്കിലും നമ്മളതിൻ്റെ ഒരു എന്താ പറയുക കൺട്രോൾ എന്ന് പറയും. നമ്മുടെ അസുഖത്തിന്റെ പ്രോബ്ലം വരാത്തൊരു സിറ്റുവേഷനിലേക്ക് ആക്കിയില്ല, അത് നമുക്ക് സാധ്യമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അതുമൂലം ഉണ്ടാവാൻ സാധ്യതയുള്ള ഡാമേജുകൾ, അതുമൂലം ഉണ്ടാവാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം നമുക്ക് 100% പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ പടത്തിൽ കാണിക്കുന്നത് ഈ AS എന്ന് പറഞ്ഞ രോഗം പലർക്കും എങ്ങനെ കാണാന്ന് വെച്ചാൽ സിംഗിൾ ഇതായിട്ട് കാണാം. അതായത് ചിലർക്ക് ഒരു 3-4 വർഷം സിവിയർ പെയിൻ പ്രോബ്ലം വരാം. എന്നിട്ട് ഈ അസുഖം ഈ കാണുന്ന ആദ്യത്തെ പടം പോലെ വന്നു, കുറച്ച് നാൾ ശല്യപ്പെടുത്തി പോയി, പിന്നെ അതിന് ബുദ്ധിമുട്ടില്ല. അങ്ങനെ കുറച്ച് പേരുണ്ട്. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വന്നു പോയി 3-4 വർഷം കഴിയുമ്പോൾ പിന്നെയും വന്നു. ഇതിൽ ലാസ്റ്റ് കാണുന്ന ഗ്രൂപ്പാണ്, ഈ കാണുന്ന ഫോട്ടോ ആണ്. നമ്മൾ ഇങ്ങനെ വന്നു സ്ഥിരമായി ശല്യപ്പെടുന്നു. അപ്പൊ ഇങ്ങനത്തെ പേഷ്യൻസിനാണ് പലപ്പോഴും നമ്മൾ അഗ്രസീവ് ട്രീറ്റ്മെന്റ് നമ്മൾ കരുതുക. കാരണം ആദ്യത്തെ ഗ്രൂപ്പിൽ ചിലപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ട്രീറ്റ്മെന്റ് നിർത്താൻ പറ്റും. അപ്പൊ ഇതും പല പല ഗ്രൂപ്പുകളാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഈ ഗ്രൂപ്പ് നിങ്ങൾ ഏത് ഗ്രൂപ്പിൽ പെടുന്നു എന്നുള്ളത് തുടക്കത്തിൽ നമുക്ക് പറയാൻ പ്രയാസമാണ്. നമ്മൾ ട്രീറ്റ് ചെയ്ത് അത് ഫോളോ അപ്പ് ചെയ്യുമ്പോഴാണ് ഓക്കെ ഇയാളെ ഗ്രൂപ്പ് 1 ആണ്, ഇയാളുടെ അസുഖം മാറിപ്പോയി, ഇയാൾ ഗ്രൂപ്പ് 2 ആണ്, മാറിപ്പോയി കുറച്ച് വർഷം തിരിച്ചു വരും, ഇയാൾ ഗ്രൂപ്പ് 3 ആണ്. അപ്പൊ ഗ്രൂപ്പ് 3 ആൾക്കാരെ നമ്മൾ എന്തായാലും അഗ്രസീവായിട്ട് അസുഖത്തിന്റെ യാതൊരു ലക്ഷണങ്ങളും ഇല്ലാത്ത രീതിയിൽ നമ്മൾ ചികിത്സ ചെയ്യേണ്ടതുണ്ട്. ട്രീറ്റ്മെന്റ് ചെയ്ത് പലപ്പോഴും പലരും മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഏത് രോഗത്തിനും ഇത് ബാധകമാണ്. അതായത് എന്താണ് ട്രീറ്റ്മെന്റ് ലക്ഷ്യങ്ങൾ? നമ്മളിപ്പോ ജോയിന്റ് പെയിൻ ഒരാളെ സംബന്ധിച്ചോളം ഫസ്റ്റ് ഓഫ് ഓൾ വേദന മാറണം, നീരുണ്ടെങ്കിൽ നീര് മാറണം. പിന്നെ ജോയിന്റ് ആയതുകൊണ്ട് നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല, ഉപയോഗം നോർമലാവും. ബാക്ക് നമുക്ക് എന്തെങ്കിലും ബെൻഡ് ചെയ്യാനോ അതിന്റെ ഉയരത്തിലെടുക്കാനോ നിവർന്നു നിൽക്കാനോ അത് പറ്റണം. 4-ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആ ജോയിന്റ് ഡാമേജ് ആയി പോകരുത്. പിന്നെ മൊത്തത്തിൽ ഒരു മരുന്നൊക്കെ ചെയ്യുമ്പോൾ ഒരു എനർജി ലെവൽ ഉണ്ടാവണം, ജോലി ചെയ്യാനും നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യാനുള്ള കണ്ടീഷനിലേക്ക് നമ്മൾ എത്തിപ്പറ്റണം. ഇതൊക്കെയായിരിക്കണം ട്രീറ്റ്മെന്റ് ലക്ഷ്യങ്ങൾ. അപ്പൊ അതിന് സഹായിക്കാനായിട്ട് നമുക്ക് ഈ AS രോഗത്തെ സംബന്ധിച്ചോളം 3 ടൈപ്പ് ട്രീറ്റ്മെന്റ് ആണ് അവൈലബിൾ ഉള്ളത്. തുടക്കത്തിൽ നമുക്ക് 2 ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നത്, ഇപ്പൊ 3 ട്രീറ്റ്മെന്റ്. ഒന്ന് NSAIDs എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ട് വേദന സംഹാരികൾ നിങ്ങൾ അറിയപ്പെടുന്നു. പക്ഷെ ഈ NSAIDs ഈ അസുഖത്തെ സംബന്ധിച്ചോളം ആക്ച്വലി എന്താ പറയാ രോഗത്തിന്റെ ലക്ഷ്യങ്ങൾ മാത്രമല്ലാണ്ട് ഈ അസുഖത്തിന് തന്നെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്ന ടൈപ്പ് മെഡിസിൻസ് ആണ്. അപ്പൊ ബാക്കിയുള്ള ഒരു പെയിൻ കില്ലർ എന്ന് പറയുന്ന പോലെ നിസ്സാര മരുന്നായിട്ട് നിങ്ങൾ കരുതരുത്. കാരണം നിങ്ങളിൽ പലരുടെ അസുഖം വളരെ എഫക്റ്റീവായിട്ട് ഈ മെഡിസിൻസ് കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. വയറിന്റെ കാര്യം ശ്രദ്ധിക്കണം. ഓഫ് പെയിൻ കില്ലർ കഴിക്കുമ്പോൾ പലർക്കും വയറിന് ഡിസോർഡർ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് തന്നെ ആന്റാസിഡോ അങ്ങനത്തെ മരുന്നുകൾ കഴിക്കേണ്ടതായിട്ട് വരും.
again കിഡ്നിയുടെ കാര്യം പെയിൻ കില്ലേഴ്സിന്റെ പോലത്തെ സാധനം ഉപയോഗിക്കും. കിഡ്നിയുടെ കാര്യം നമുക്ക് എപ്പോഴും സ്ട്രെസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ അത് ടെസ്റ്റ് ചെയ്യും. നമ്മൾ ചിലർക്ക് നമ്മൾ ചില ഈ ഗ്രൂപ്പിൽ തന്നെ പല ആൾക്കാരും ഈ ആന്റി ഇൻഫ്ലമേറ്ററി 10 വർഷത്തിന് മേലെ കഴിക്കുന്നവരുണ്ട്. അവരുടെ കിഡ്നിക്കൊന്നും കംപ്ലൈന്റ് ഒന്നുമില്ല. പക്ഷെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ചെക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. നമുക്ക് അങ്ങനെ സേഫ് കൊണ്ട് കഴിക്കാനൊന്നും പറ്റില്ല. ചെക്ക് ചെയ്തിട്ട് കുഴപ്പമില്ലാത്തവർക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് മെഡിസിൻസ് ആണ്. ഇതിന് വളരെ എഫക്റ്റീവ് ആണ്. ഞാൻ പറഞ്ഞില്ലേ വളരെ മൈൽഡ് സ്റ്റേജിൽ ഈ ഒരു മരുന്ന് കൊണ്ട് മാത്രം മാനേജ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. ഇല്ലാതെ നമുക്ക് ഒരിക്കലും അവകാശപ്പെടാൻ പറ്റില്ല. സെക്കൻഡ് ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് എന്ന് പറയുന്നത് സ്റ്റിറോയിഡ് ഗ്രൂപ്പിലുള്ള മരുന്നുകൾ ഇതിന് വലിയ ഉപയോഗമുള്ള സാധനമല്ല. സ്റ്റിറോയിഡ് നമ്മൾ പൊതുവെ ഈ AS രോഗികൾക്ക് നമ്മൾ പ്രിഫർ ചെയ്യാറില്ല. പിന്നെ നമ്മൾ ഈ പലരും ഇഞ്ചക്ഷൻസിനെ പറയും, ബയോളജിക്കൽസ് ഇഞ്ചക്ഷൻസ്. അപ്പൊ ഈ നേരത്തെ ഡോക്ടർ ആന്റി പ്രസന്റ് ചെയ്തപ്പോൾ ബ്രെയിനിൽ കുറെ കെമിക്കൽസിന്റെ കാര്യമുണ്ട്. ഇതിനും കുറച്ച് കെമിക്കൽസ് പോലത്തെ സാധനങ്ങളുണ്ട്. അപ്പം നമ്മൾ സൈറ്റോകൈൻസിനെ പോകുന്നുണ്ട്. കെമിക്കൽ എന്ന് പറയാൻ പറ്റില്ല, ബയോളജിക്കൽ. ഈ സാധനങ്ങളാണ് ഈ അസുഖത്തിനെ ഓടിക്കുന്നത്. ലൈക്ക് ആന്റി TNF എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതാണ് ഈ അസുഖത്തിന്റെ ഒരു മെയിൻ കോസ്. അപ്പൊ ഈ TNF-നെ ബ്ലോക്ക് ചെയ്താൽ നമ്മൾ ഈ TNF ഉണ്ടാക്കുന്ന ഡിസ്ട്രക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ആന്റി TNF-ൽ പെട്ട ഇഞ്ചക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു ഇന്റർലൂക്കിംഗ് 17 എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതും ഈ പറഞ്ഞ ഈ അസുഖത്തിനെ ഓടിക്കുന്ന ഒരു സാധനം. അപ്പൊ അതിനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് അതിന്റെ ബ്ലോക്കേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഈ പല പല കെമിക്കൽസ് അല്ലെങ്കിൽ ഈ ബയോളജിക്കൽ സാധനങ്ങൾ അതിനെ ബ്ലോക്ക് ചെയ്യുന്ന ഇഞ്ചക്ഷൻസിനെയാണ് നമ്മൾ ബയോളജിക്കൽ ഇഞ്ചക്ഷൻസ് പറയുന്നത്. അപ്പൊ ഇപ്പോഴും ഈ പറഞ്ഞ അസുഖത്തിനെ കൺട്രോൾ ചെയ്യാൻ ഉള്ളതിൽ ഏറ്റവും എഫക്റ്റീവ് ആൻഡ് സേഫ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇഞ്ചക്ഷൻസ് ആണ്. ഇപ്പൊ കുറെ തരം ഇഞ്ചക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഇഞ്ചക്ഷൻ ഉണ്ട്, അഡാലിമാബ് ഇഞ്ചക്ഷൻ ഉണ്ട്. ഇതൊക്കെ ആന്റി TNF-ൽ പെട്ട അസുഖമാണ്. അതുപോലെ ഇഞ്ചക്ഷൻ ഉണ്ട്. അത് ഇന്റർലൂക്കിംഗ് 17 ബ്ലോക്ക് ചെയ്യുന്നതാണ്. പിന്നെ പുതിയതായിട്ട് വേറെ 1-2 ഇഞ്ചക്ഷൻസ് കൂടി വന്നിട്ടുണ്ട്. ഇതെല്ലാം ഉദ്ദേശം ഇങ്ങനത്തെ പല കാര്യങ്ങളും ബ്ലോക്ക് ചെയ്യുന്നതിലാണ്. വളരെ എഫക്റ്റീവായ ട്രീറ്റ്മെന്റ് ആണ്. നിർഭാഗ്യവശാൽ നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഈ എന്താ പറയാ കോസ്റ്റ് ഉണ്ട്. അപ്പൊ കോസ്റ്റ് ഉണ്ട്, അത് തുടർന്ന് ഉപയോഗിക്കണം. അപ്പൊ കോസ്റ്റ് വരുമ്പോൾ പലപ്പോഴും പലർക്കും കോസ്റ്റ് കാരണം അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. കോസ്റ്റ് ഒരു പ്രോബ്ലം അല്ലായിരുന്നെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് എല്ലാ ഇൻഷുറൻസ് കവറേജിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും ആലോചിക്കാനില്ല. ഈ അസുഖം കണ്ടുപിടിച്ചോ സിവിയർ ആണോ എന്ന് ഓർപ്പിച്ചോ ഈ ട്രീറ്റ്മെന്റ് തന്നെയാണ് ഇപ്പോഴത്തെ കറണ്ട് സ്ട്രാറ്റജി വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ്. പിന്നെ നമുക്ക് ഈ ഡിമാർട്സ് എന്ന് പറഞ്ഞ മരുന്നുകളുണ്ട്, അത് ഡിസീസ് മോഡിഫൈങ് ഡ്രഗ്സ്. ഇത് ചെറിയ കാര്യങ്ങളിൽ ഇത് എഫക്റ്റീവ് ആയിരുന്നു, പക്ഷെ നമുക്ക് ഒരുപാട് മെച്ചമുണ്ടായിരുന്നില്ല. പക്ഷെ ലാസ്റ്റ് 5 വർഷമായിട്ട് നമുക്ക് ടോഫസിറ്റിബ് എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ ടോഫസിറ്റിബ് ചില പേഷ്യൻസിന് ഈ ടോഫസിറ്റിബ് കഴിക്കുന്നവർക്ക് ഈ ഇഞ്ചക്ഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷെ നമ്മൾ സേഫ്റ്റി നോക്കുമ്പോൾ നമ്മൾ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സേഫ്റ്റി വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴും ബയോളജിക്കൽ ഇഞ്ചക്ഷൻസ് ആണ് ഏറ്റവും കൂടുതൽ സേഫ് ആയിട്ട് പറയുന്നത്. നമ്മുടെ അനുഭവത്തിൽ നോക്കിയാലും ഞാൻ അമലെ വന്നിട്ട് തന്നെ 11 ഇയേഴ്സ് കഴിഞ്ഞു. അതിന് മുമ്പ് 4 വർഷം ഞാൻ ജിഗ്മ പോണ്ടിച്ചേരിയിലായിരുന്നു. അപ്പോൾ ക്ലോസ് ടു 15 വർഷത്തിനിടയിൽ നമ്മൾ ഈ ബയോളജിക്കൽ കൊടുത്തവരുടെ സൈഡ് എഫക്ട്സ് നോക്കുമ്പോൾ വളരെ 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 മിനിമലാണ്. അവർ വന്നിരിക്കുന്ന സൈഡ് എഫക്ട്സ് ഒന്നും എടുത്തു പറയാൻ മാത്രമുള്ള വലിയ സൈഡ് എഫക്ട്സ് അല്ല. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കുറെ പേര് നിങ്ങളുടെ ഇടയിൽ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ അനുഭവം ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നിയാണ്. പലരും ഇതിനു മുമ്പ് അനുഭവം ഷെയർ ചെയ്യുകയുണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യണം. സ്മോക്കിംഗ് നേരിട്ട് ജോയിന്റ്സിനെ ഡാമേജ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ്. ആൽക്കഹോള് നേരിട്ട് ഇതിന് പ്രോബ്ലം ഉണ്ടാക്കുന്നില്ലെങ്കിലും പലരും ആൽക്കഹോൾ യൂസ് ചെയ്ത് പിറ്റേ ദിവസം പെയിൻ വർദ്ധിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ മെഡിസിൻസ് റെഗുലറായിട്ട് യൂസ് ചെയ്യുമ്പോൾ ആൽക്കഹോൾ വരുമ്പോൾ വയറിന് പ്രോബ്ലമാണ്, ലിവറിന് പ്രോബ്ലമാണ്. അപ്പൊ അത് എപ്പോഴും ആൽക്കഹോൾ ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് ഈ അസുഖത്തെ സംബന്ധിച്ചോളം അവോയ്ഡ് ചെയ്യേണ്ട ഒരു സംഗതിയായിട്ടാണ് കണ്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ ചെറിയ സിമ്പിൾ കാര്യങ്ങൾ പറയും. അതായത് ഇപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ചൂടുവെള്ളത്തിൽ കുളിക്കുക. അപ്പം നമ്മുടെ ആ സ്റ്റിഫ്നെസ് കുറയ്ക്കാൻ അത് ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യും. നീന്താൻ അറിയുന്നത് നീന്താൻ പോയാൽ വളരെ നല്ലതാണ്. നീന്താൻ അറിയാത്തവർ നീന്താൻ പഠിച്ചാൽ നല്ലതാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ റെസ്റ്റ് ചെയ്യുമ്പോഴാണ് പ്രോബ്ലം. അത് എപ്പോഴും ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. സൈജോ ചെയ്യണമെന്നുണ്ട്, അതിലിങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സൈജോനെ 5 വർഷം ഞാൻ കാണുന്ന സൈജോ ഏജിങ് കുറച്ചിട്ടുള്ള ആളാണ്. ഇതിന് മോശമായിരുന്നു 5 വർഷം മുമ്പ്. നോർമൽ ഗതിയിൽ അസുഖം കൂടെ ചെയ്യുള്ളൂ, ഒരിക്കലും കുറയില്ല. അപ്പൊ ഞാൻ കാണുന്ന സൈജോന് വാക്കിംഗ് സ്റ്റിക്ക് ഉണ്ട്. സൈജോനോട് ചോദിച്ചു നോക്കുക. അപ്പോഴും ഞങ്ങളുടെ ആദ്യത്തെ 3 മീറ്റിംഗ്സ് ആയിട്ട് സ്റ്റിക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്.
സ്റ്റിക്ക് ഞാൻ പിന്നെ അടുത്തൊന്നും കണ്ടിട്ടില്ല. അപ്പം അത് ആ മൂവ്മെന്റ് വരുത്തുന്ന ഡിഫറൻസ് ആണ്. പക്ഷെ മൂവ്മെന്റ് വേറെ കാര്യം മനസ്സിലാക്കണം. നമ്മൾ മൂവ് ചെയ്യാൻ നോക്കുമ്പോൾ നേരത്തെ ഡോക്ടർ പറഞ്ഞില്ല എക്സസൈസ് കൊണ്ട് മാത്രം ഇത് ഫുൾ ഓവർകം ചെയ്യാൻ പറ്റില്ല. നമ്മൾ എക്സസൈസ് ചെയ്യാൻ നോക്കുമ്പോൾ ഭയങ്കര പെയിൻ ഉണ്ടെങ്കിൽ അർത്ഥം എന്തോ മിസ്സിംഗ് ഉണ്ട്. അപ്പൊ അത് കൺട്രോൾ ചെയ്തിട്ട് അത് മിസ്സിംഗ് കുറച്ചിട്ട് വേണം എക്സസൈസ് നമ്മൾ ചെയ്യാനായിട്ട്. കമന്ന് കിടക്കുന്നത് നല്ലതാണ്. കാരണം എപ്പോഴും ഈ AS ഇങ്ങനെ ഒരു ബെൻഡ് വരും. അപ്പൊ നമ്മൾ കമന്ന് കിടന്ന ആ ബെൻഡ് ഒരു പരിധി വരെ തടയാനായിട്ട് നമുക്ക് സഹായിക്കും. പിന്നെ എക്സസൈസ് നമ്മൾ പറഞ്ഞു, എക്സസൈസിന്റെ ബെനിഫിറ്റ് എല്ലാ കാര്യങ്ങളിലും അതുണ്ട്. പിന്നെ സ്ട്രെസ് ഓൾറെഡി സംസാരിച്ചു. പിന്നെ അടുത്ത കാര്യമുണ്ട്. പിന്നെ അടുത്തൊരു കാര്യം, ഇത് ഞാൻ ഈ തവള കിണറ്റിൽ കിടക്കുന്ന തവളയുടെ പോലെയാണ്. ഇപ്പോ പണ്ടൊക്കെ നമ്മൾ മീറ്റിംഗ് നടത്തുമ്പോൾ എല്ലാവരുടെയും എക്സ്പീരിയൻസ് അനുഭവപ്പെടാറുണ്ട്. അപ്പൊ നമ്മൾ പലപ്പോഴും കണ്ടിരിക്കുന്നത് വെച്ചാല് ഈ പ്രൂഫ് ഉള്ള മെഡിസിൻസ് ആൾക്കാർക്ക് വേണ്ട. ആൾക്കാർക്ക് വേണ്ടത് അപ്പുറത്ത് ഇപ്പുറത്തുള്ള നാട്ടുകാർ പറയുന്ന കാര്യമാണ്. എന്റെ അമ്മയ്ക്ക് അത് ചെയ്തപ്പോൾ പ്രശ്നമായി. എന്റെ ഒരാളവിടെ ചെയ്തു, ഇവിടെ വലിച്ചിട്ടു, ഇവിടെ തിരിച്ചിട്ടു, അതിന്റെ മുകളിൽ കിടന്നു, ബെഡിന്റെ മുകളിൽ കിടന്നു. ഈ ബെഡ് നല്ലതാണ്, അവിടെ പോയി തിരിഞ്ഞാൽ മതി, അവിടെ പോയി ചവിട്ടിയാൽ മതി, ഇതിന് ആയുർവേദം നല്ലത്, ഹോമിയോ നല്ലത്. നിർഭാഗ്യവശാൽ ഇതെല്ലാം നോർമലി എല്ലാവരും ട്രൈ ചെയ്യും. അപ്പം അൺഫോർച്ചുനേറ്റ്ലി അത് എനിക്കറിയില്ല, ഞാനിവിടെ പറഞ്ഞുകൊണ്ട് വലിയ കാര്യങ്ങളുണ്ടാവാൻ പോകുന്നില്ല. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് ഒരു പ്രൂഫുള്ള സിസ്റ്റത്തിൽ നമ്മൾ സാധാരണഗതിയിൽ ഫോളോ ചെയ്യാൻ പാടില്ല. പ്രൂഫ് ഇല്ലാത്തതിൽ ഫോളോ ചെയ്യരുത്. അപ്പൊ പ്രൂഫ് മുമ്പിൽ കാണുമ്പോൾ അത് മനസ്സിലാക്കണം എന്നുള്ള കാര്യം. പിന്നെ ഇതിന്റെ അടുത്ത കാര്യം നമ്മൾ ഇതിനെ കുറിച്ച് പഠിക്കണം. എന്താണ് AS, എന്തൊക്കെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്, അപ്പം അത് എന്തൊക്കെ നമുക്ക് എഫക്റ്റീവ് ആയിരിക്കും. എനിക്ക് തോന്നുന്നത് ഇപ്പം അത്യാവശ്യം എല്ലാ ഭാഷകളിലും ഇതിനെ കുറിച്ച് എഡ്യൂക്കേഷൻ അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു ആസിഫ് തന്നെ അറ്റ്ലീസ്റ്റ് ഒരു 5 മണിക്കൂറിന്റെ വീഡിയോ ഉണ്ട് ആസിഫിന്റെ വെബ്സൈറ്റിൽ. ഇതിന്റെ പല പല ആസ്പെക്ട്സിനെ കുറിച്ച് കവർ ചെയ്യാം. അത് നമ്മൾ വായിക്കുക. വെറുതെ യൂട്യൂബിലും എല്ലാം പറയുന്നതല്ല നമ്മൾ നോക്കേണ്ടത്. ഇതിന്റെ ക്വാളിഫൈഡ് പേഴ്സൺ പറയേണ്ടതാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം ഗൂഗിളിൽ നോക്കിയാൽ നമുക്ക് 100,000 കാര്യങ്ങൾ കാണും. സൈഡ് എഫക്ട് നോക്കിയാൽ അതിനേക്കാളും 100,000 വേറെ കാണും. നമ്മൾ സ്ട്രെസ് കൂടുള്ളൂ. പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് എപ്പോഴും ഡോക്ടറെ വിസിറ്റ് ചെയ്യുമ്പോൾ ഒരു ക്വസ്റ്റ്യൻസിന്റെ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കണം. എനിക്ക് ഇതൊക്കെയാണ് സംശയങ്ങളുള്ളത്. അപ്പൊ ആ സംശയം ഓബ്വിയസ് ആയിട്ട് നമുക്ക് ചോദിക്കാം. അപ്പൊ എഴുതി വെക്കുകയാണെങ്കിൽ നമ്മൾ മറന്നു പോകാതെ നമുക്ക് ചോദിക്കാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. വല്ല അപ്പുറത്തെ കൊടുക്കുന്ന ആളെന്ന് ചോദിക്കുന്നതിന് നല്ലത് ഒരു ക്വാളിഫൈഡ് ആൾസിനെ ചോദിക്കുന്നതാണ്. പിന്നെ ഗെയിം നമ്മൾ ആസിഫ് സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് നിങ്ങൾ തമ്മിൽ ഇന്ററാക്ഷൻ വരുത്താനാണ്. കാരണം നിങ്ങളൊന്ന് ഇന്ററാക്ഷൻ വരുത്തി കഴിഞ്ഞാൽ ഈ പെയിൻ സഫർ ചെയ്യുന്ന ഒരാൾക്ക് ആ പെയിന്റെ ഇന്റൻസിറ്റി കാര്യങ്ങൾ അറിയാം. ഇഞ്ചക്ഷൻ എടുത്ത് ഇമ്പ്രൂവ്മെന്റ് വന്ന ആൾക്ക് അതിന്റെ ഇത് അറിയാം. സൈഡ് എഫക്ട്സ് അവർക്ക് അറിയാം. അവർക്ക് ഉണ്ടായിരിക്കുന്ന നെഗറ്റീവ് അനുഭവങ്ങൾ അറിയാം. അപ്പൊ അത് അങ്ങോട്ടും ഷെയർ ചെയ്യാനായിട്ട് ഈ ഗ്രൂപ്പ് ഭയങ്കരമായിട്ട് ഉപയോഗിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും പലപ്പോഴും കണ്ട ആസിഫ് ഗ്രൂപ്പിൽ ഇടയ്ക്ക് എന്തെങ്കിലും ഏറ്റവും സൈറ്റ് എന്തെങ്കിലും എടുത്ത് പഠിച്ചാൽ വേറെ ആരും ഒന്നും ഇടുന്നത് കാണാറില്ല. ഒരു സംശയം ചോദിക്കുന്നത് കാണാറില്ല. മറുപടി പറയുന്നത് കാണാറില്ല. അപ്പം ആ ഗ്രൂപ്പൊക്കെ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാനാണ് ആക്ച്വലി നമ്മളത് ചെയ്യേണ്ടത്. മറ്റ് ചികിത്സാ രീതികളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാൻ പാടില്ല എന്നാണ് എന്റെ ശരിക്കുള്ള ഉത്തരം. അപ്പൊ അത് ഒരു പറയണില്ല. പിന്നെ എങ്ങനെയാണ് ഈ രോഗം വന്നതെന്ന് പലരും ചോദിക്കണ്ടായി. അപ്പൊ രോഗം വരാനായിട്ട് ഇപ്പൊ നമ്മൾ അവിയൽ പോലെ കരുതും. അവിയൽ എങ്ങനെ ഉണ്ടാവും? കുറെ സാധനങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ അവിയൽ വരാം. അപ്പൊ B27 എനിക്ക് ഇന്ന് ജിൻസൺ പറയണ്ടേ, ജിൻസന്റെ കുടുംബത്തിൽ പല ആൾക്കാർക്കും B27 പോസിറ്റീവ് ആണ്. അപ്പൊ നമ്മൾ അവരുടെ തന്നെ എടുത്തിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ B27 ജീൻ മാത്രം എടുത്തിട്ട് ഒരു 100 പേര് എടുക്കുകയാണെങ്കിൽ അതിൽ AS വരാൻ ചാൻസ് ഉള്ളത് 10% ഉള്ളൂ. അപ്പം ഈവൻ നിങ്ങളുടെ മക്കൾക്ക് B27 ഉണ്ടെങ്കിൽ പോലും അവർക്ക് ഈ അസുഖം വരാനുള്ള ചാൻസ് 10% ഉള്ളൂ. ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വലിയ കാര്യമില്ല. അപ്പൊ ഒരു ജീൻ ഉണ്ടായതുകൊണ്ട് ഈ രോഗം ഉണ്ടാവുന്നത് യാതൊരു നിർബന്ധമില്ല. വേറെ കുറെ ഘടകങ്ങളുണ്ട്. ഇൻഫെക്ഷൻസ് ഉണ്ട്, പൊല്യൂഷൻ ഉണ്ട്, അഡിക്ഷൻസ് ഉണ്ട്. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഈ സുഖം വരുന്നത്. ചുരുക്കം പറഞ്ഞാൽ നിർഭാഗ്യാവസ്ഥ എന്നാണെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ഫോർച്ചുനേറ്റ്ലി ഈ ജീൻ ഉണ്ടെങ്കിൽ പോലും അധികം നാള് നമുക്ക് അധികം പേർക്ക് അതുകൊണ്ട് വരേണ്ട കാര്യമില്ല. ചികിത്സ എത്ര നാളെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. അത് പലർക്കും പല ഉത്തരങ്ങളാണ് തരേണ്ടത് വരാം. എല്ലാവർക്കും ഒരു ഉത്തരമല്ല. പക്ഷെ ട്രീറ്റ് ചെയ്ത് തുടങ്ങണം. ട്രീറ്റ് ചെയ്ത് തുടങ്ങി അതിന്റെ പ്രോഗ്രസ് അനുസരിച്ച് ട്രീറ്റ്മെന്റ് നമുക്ക് എപ്പോൾ വേണമെങ്കിൽ മോഡിഫൈ ചെയ്യാം. പിന്നെ കല്യാണം കഴിക്കാൻ പറ്റുമോ, കുടുംബജീവിതം പറ്റുമോ, ലേഡീസിനാണെങ്കിൽ പ്രസവം പ്രശ്നമാവോ,
ഇതിനെല്ലാത്തിനും ആൻസർ ഒരു കുഴപ്പമില്ല, നമുക്ക് പ്രൊസീഡ് ചെയ്യാം. അപ്പൊ ചില മെഡിസിൻസ് ചില സാഹചര്യത്തിൽ ഒഴിവാക്കേണ്ടി വരും. അത് നിങ്ങൾ ഡോക്ടറോട് സംസാരിച്ചിട്ട് അത് ഒഴിവാക്കാം. പക്ഷെ കല്യാണം കഴിക്കാനും കുട്ടികൾ ഉണ്ടാവാനും ഒന്നും ഇതുകൊണ്ട് സത്യം പറഞ്ഞ യാതൊരു രീതിയിലൊരു തടസ്സമല്ല. അടുത്ത തലമുറയ്ക്ക് വരുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, വളരെ ചെറിയൊരു സാധ്യതയുള്ളൂ അടുത്ത തലമുറയ്ക്ക് വരാനായിട്ട്. അത് ഒരു വലിയൊരു നമ്പർ ശതമാനമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നാറില്ല. പിന്നെ ഓഫ്കോഴ്സ് ഇതാണ് ഒരു ഫൈനൽ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു പ്രോബ്ലം. നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ സ്മൂത്ത് ആയിട്ടൊരു റോഡാണ്. പക്ഷെ അമലപരമായിട്ടൊന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ കേരളത്തിൽ അതിന് യാതൊരു സ്കോപ്പും ഇല്ലാന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ലൈഫ് ഇങ്ങനെ തന്നെയായിരിക്കും, കുറെ കുഴികളും കുണ്ടുകളായിരിക്കും. അത് അതിജീവിക്കാനായിട്ട് അങ്ങനെ പരസ്പരം സഹായിക്കാം. അപ്പൊ ഞാൻ എനിക്ക് സമയക്കുറവ് കാരണം കുറെ സ്ലൈഡുകളൊന്നും കട്ട് ചെയ്തു. ഞാൻ ഉദ്ദേശിക്കുന്നത് 5 മിനിറ്റ് ഒരു ഡൗട്ട്സ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ ആദ്യമായി വരുന്നവർക്ക് ചോദിക്കാം. പോകുന്നവർക്ക് എനിക്ക് തോന്നാൻ നമുക്ക് ഗ്രൂപ്പിൽ ചോദിക്കാം.